നിനക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം തോന്നാറ്. ആത്മവിശ്വാസം കൈവിടാതെ വിജയം ഉറപ്പിച്ചു മുന്നേറാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. നമുക്ക് കഴിവില്ല, നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല, വീട്ടമ്മമാർ ധാരാളം കേൾക്കുന്ന വാക്കുകളാണ്. പക്ഷേ നമ്മളിലുണ്ട് കഴിവ്, നമ്മൾ തെളിയിച്ചു കൊടുക്കുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നും ഞാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന നല്ല നല്ല ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായി കാണുക കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു സവാള എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഒരു അര കഷ്ണം എടുത്ത് പിന്നെ ബാക്കി പകുതി ഭാഗം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. പുറത്ത് വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ചാലും ശരി, അതിൻ്റെ ആ ഒരു ഭാഗം ഒരു വാടിയ പോലെയാവും. നമ്മളത് കറി വെച്ചാലും അത്ര ടേസ്റ്റ് തോന്നാറില്ല. അതിൻ്റെ ഒരു ക്രിസ്പിനെസ് പോയിട്ടുണ്ടാവും. അതങ്ങനെ അല്ലാണ്ടിരിക്കുവാൻ വേണ്ടി നമുക്ക് നമ്മളുടെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ നെയ്യോ ഒരു തുള്ളി എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ പുരട്ടിയതിന് ശേഷം നമ്മളുടെ സവാളയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. 2 ദിവസം നമുക്ക് ഇതുപോലെ പുറത്ത് വെച്ചാലും ഒരു കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല, നല്ല ക്രിസ്പി ആയിട്ട് സവാള കിട്ടും. ഇനി അടുത്തതായിട്ട് സവാള അരിയുമ്പോൾ നമ്മൾ ചുറ്റിനുള്ളവരും അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂ ജനറേഷൻ കുട്ടികൾക്കാണെങ്കിലും വളരെ ഒരു ബുദ്ധിമുട്ടാണ്. ഒരു ബാഡ് സ്മെല്ല്, അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരിക എന്നുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട് കുട്ടികളോട്. ഇപ്പം നമ്മൾ ഒന്ന് സവാള അരിഞ്ഞ് തരുമെന്ന് ചോദിക്കുമ്പോൾ തന്നെ അവരവിടെ നിന്ന് ഓടും. എന്താണെന്ന് വെച്ചാൽ അവർക്കത് പറ്റില്ല, അയ്യോ കണ്ണിൽ നിന്ന് വെള്ളം വരും, അല്ലെങ്കിൽ ആ മണം എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒരു 2 സെക്കൻഡ് കേട്ടോ, കുറേയൊന്നും ഇടരുത്. അതിൻ്റെ ഒരു വേകാനൊന്നും പാടില്ല. 2 സെക്കൻഡ് മാത്രം ഇതുപോലെ ഇട്ടതിന് ശേഷം നിങ്ങളൊന്ന് സവാള അരിഞ്ഞു നോക്കൂ. ഒരു മണവും ഉണ്ടാവില്ല, കണ്ണിൽ നിന്ന് വെള്ളവും വരില്ല. അടുത്തതായിട്ട് നമ്മൾ പച്ചമുളക്, മുളക് പൊടി, മസാലപ്പൊടികൾ എന്ത് നമ്മൾ ഉപയോഗിച്ചാലും നമ്മളുടെ കൈ നീറും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞാൽ നീറുകയില്ല. പക്ഷെ നമ്മൾ കൂടുതലും മസാലകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ കൈ നീറൽ മാറാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. കൈ എന്താണ് ഒരു പുകച്ചിലൊക്കെ ഉണ്ടാവില്ല, അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ നമ്മളുടെ പച്ചപ്പാൽ കേട്ടോ, തിളപ്പിക്കാത്ത പച്ചപ്പാലും കുറച്ച് ഐസ് വെള്ളവും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ വിരലുകളാണ് നീറുന്നതെങ്കിൽ വിരലുകൾ, അല്ലെങ്കിൽ കൈ മൊത്തമാണെങ്കിൽ ഇത്തിരി വലിയ പാത്രത്തിലെടുത്തിട്ട് നമ്മൾ കൈ മൊത്തം ഒരു 2 സെക്കൻഡ് മുക്കി വെച്ച് കഴിഞ്ഞാൽ ആ നീറലും പുകച്ചിലും ഒക്കെ മാറും കേട്ടോ. അതുമല്ല നമ്മളുടെ കൈ നല്ല എന്താ പറയുക, ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കില്ലേ, നമ്മൾ പാത്രമൊക്കെ കഴുകി, ഈ ഒരു പാലിൻ്റെ വെള്ളം നമ്മളുടെ കൈ നല്ല സോഫ്റ്റ് ആകാനും സ്മൂത്ത് ആകാനും ഒക്കെ സഹായിക്കും. വളരെ നല്ലതാണ്. പാലിൽ നമ്മൾ കൈ നല്ല നമ്മൾ പാലിൽ നമ്മൾ മുഖമൊക്കെ കഴുകുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ അച്ചാറിൻ്റെ കുപ്പി, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ഇടുന്ന മസാല കുപ്പികൾ, നെയ്യുടെ കുപ്പികൾ, ഇതൊക്കെ നമുക്ക് വേറെ ഒരു കാര്യത്തിന് എടുക്കാൻ പറ്റില്ല, അത്ര സ്മെല്ലായിരിക്കും. ആ നമ്മൾ ഇടുന്ന സാധനത്തിൻ്റെ നമ്മൾ എന്താണോ ഉപയോഗിച്ചത് അതിൻ്റെ സ്മെല്ല് ആ സാധനത്തിൽ പിടിക്കും. അപ്പോൾ നമ്മൾ ആ കുപ്പി പിന്നെ അതിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നമുക്ക് അതിൻ്റെ മണം പൂർണ്ണമായിട്ടും വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഏതൊരു കുപ്പിയായാലും, മസാല കുപ്പിയാണെങ്കിലും നമ്മളിപ്പം എന്താ പറയുക, ഉപ്പിലിട്ട നെല്ലിക്ക ഉപ്പിലിട്ടത് അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുക. അതിന് ശേഷം നമ്മൾ കളയുന്ന ന്യൂസ് പേപ്പറില്ലേ, ആ ന്യൂസ് പേപ്പർ നല്ല രീതിയിൽ കുറച്ചധികം എടുത്ത് ചുരുട്ടിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും അതിൻ്റെ ഉള്ളിൽ വെക്കുക കേട്ടോ.
വളരെ 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 എഫക്റ്റീവായിട്ടുള്ള നമുക്ക് പിന്നെ ആ ഒരു സ്മെല്ലേ ഉണ്ടാവില്ല. ആ ഒരു കുപ്പിയിൽ ആ ഒരു സ്മെല്ലേ ഉണ്ടാവില്ല. നമുക്ക് വേറെ എന്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്യാഷൊക്കെ മേടിച്ച് അതിലേക്ക് ഇടാൻ പോയ ആ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് വരും, അല്ലെങ്കിൽ ഒരു മണം വരും. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഇതുപോലെ ഒന്ന് ആ കടലാസ് അതിലിട്ട് വെക്കുക. യാതൊരു കുഴപ്പമില്ല. നമുക്ക് വേറെ എന്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. വളരെ നല്ലൊരു ടിപ്പല്ലേ നമ്മൾ. അല്ലെങ്കിൽ ആ കുപ്പി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു വിധമാകൂലേ. അടുത്തതായിട്ട് നമ്മളൊരു ചിരട്ട ഇതുപോലെ കത്തിച്ചെടുത്തിട്ട്, ഇതുപോലെ കത്തിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ നമ്മളുടെ ചകിരി എൻ്റെത് നനഞ്ഞു കിടക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ചിരട്ട എടുത്തേക്കുന്നത്. ചകിരി ഇതുപോലെ പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കത്തിച്ചാലും മതി. ഇത് ചിരട്ടയുടെ കണൽ വളരെ കുറച്ച് മതി കേട്ടോ. എന്നിട്ട് നമ്മളുടെ കുന്തിരിക്കം എന്ന് പറയും. ഇത് നമ്മളുടെ അങ്ങാടിക്കടകളിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയാണ് നമ്മളുടെ പണ്ട് കാലങ്ങളിലുള്ള ആളുകൾ കൊതുകിനെ ഓടിച്ചിരുന്നത്. നമ്മളൊരു സന്ധ്യ സമയങ്ങളിൽ ഇതുപോലെ പോയിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ പരിസരത്തെ കൊതുകുണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ കരി പിടിച്ച ചട്ടി, ആ ചട്ടി കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നേരിയ ചൂടോടുകൂടി തന്നെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. നേരിയ ചൂട് വേണം കേട്ടോ. ചൂടില്ലാതെ തണുത്ത് ഇരിക്കുന്ന ചട്ടിയിലേക്കല്ല നമ്മളിത് സംഭവിക്കുമ്പോൾ തന്നെ നമ്മൾ ആ നേരിയ ചൂടോടുകൂടി തന്നെ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ നമ്മളുടെ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തും ആക്കി കൊടുക്കുക. നല്ലതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ആക്കി കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കരി നല്ലതുപോലെ ഇളകി വരും. പിന്നെ നമ്മൾ വെറുതെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നേരെ ചൂടുണ്ടായിരിക്കണം. തണുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചാൽ ഇത്രയും എഫക്റ്റ് കിട്ടില്ല. നേരെ ചൂടോടുകൂടി മാത്രം ചെയ്യുക. നമ്മൾ സ്ത്രീകൾ നമുക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും നമുക്ക് മാറ്റിവെക്കുക. നമ്മളുടെ എന്താ പറയുക, സൗന്ദര്യത്തിനും നമ്മളുടെ ശരീരത്തിനും വേണ്ടിയൊക്കെ. അപ്പോൾ ഞാനിവിടെ ഒരു ക്രീം പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ലാ ഓർഗാനിയുടെ വിറ്റാമിൻ സി ക്രീമാണ്, ബ്രൈറ്റ്നിങ് ക്രീമാണ്. നമ്മൾ അടുക്കളയിൽ പണിയൊക്കെ എടുത്ത് മോറ് ആകെ കരിവാളിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ കോൺഫിഡൻസ് തന്നെ ഇല്ലാതാകും. അപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം കുറച്ച് കാശൊക്കെ നമ്മൾ ചിലവാക്കുക കേട്ടോ. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് ക്രീമാണ്. അതിൻ്റെ ഒപ്പം തന്നെ SPF ഉണ്ട്. അതുകൊണ്ട് തന്നെ പുറത്ത് പോകുമ്പോഴാണെങ്കിലും നമുക്ക് സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും വളരെ എക്സ്പെൻസീവായിട്ടുള്ള, പക്ഷേ ഈ ഒരു കമ്പനി നമുക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഈ ഒരു ക്രീം തരുന്നത്. നിങ്ങൾക്കറിയാം വിറ്റാമിൻ സി നമ്മളുടെ സ്കിന്നിന് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ വിറ്റാമിൻ സി ഉള്ള ക്രീമുകൾക്ക് വളരെ എക്സ്പെൻസീവാണ്. പക്ഷേ ഇത് നമുക്ക് നല്ല രീതിയിൽ റീസണബിൾ ആയിട്ടുള്ള നല്ല റേറ്റിനാണ് കിട്ടുന്നത്. നമ്മളെന്നും രാവിലെ എഴുന്നേറ്റ് മുഖം വാഷ് ചെയ്തതിന് ശേഷം എന്താ പറയുക, ഫേസ് വാഷ് കൊണ്ട് കഴിയുന്നതിന് ശേഷം ഇതുപോലെ ഒരു പിഞ്ച് എടുത്തിട്ട് നമ്മൾ ഡോട്ട് ഇട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക. നിങ്ങളൊരു ആഴ്ച ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ ഒരു കൂപ്പൺ കോഡ് ഇടുന്നുണ്ട്. അതുവഴി കയറിയാൽ നിങ്ങൾക്ക് 10%, പിന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾ കയറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 15% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ഒന്നെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഈ കോഡ് ആയിട്ട് നമ്മളുടെ വെള്ള തുണികൾ പെട്ടെന്ന് ചുമന്നു പോകും, അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറ് വരും. അല്ലെങ്കിൽ വെള്ള തുണികളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന തുണികൾ പെട്ടെന്ന് ഫെയ്ഡായി ഒരു പഴയതിൻ്റെ ലുക്ക് വരില്ലേ, ആ ഒരു ലുക്ക് വരാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തുണി കഴുകി നോക്കുക കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള, നിങ്ങളിത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് കരുതും, പക്ഷേ അതല്ല. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നേരിയ ചൂടുവെള്ളം എടുക്കുക. നേരിയ ചൂടുവെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളം എടുത്തത് കൊണ്ട് കുറച്ച് 2 പാത്രം കൂടെ ഞാൻ
തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നേരിയ ചൂട് മതി കേട്ടോ. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ സോപ്പ് പൊടി, ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ വിനാഗിരി 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ തുണിക്ക് അതിൻ്റെ ആ ഒരു എന്താണ് പറയുക, അതിൻ്റെ ഒരു ഈട് കുറയുകയാണ്. പക്ഷേ ഞാൻ ഇനി ഒഴിക്കാൻ പോകുന്ന സാധനം ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തുണിയുടെ ക്വാളിറ്റി കൂടി വരുള്ളൂ. 1 ടേബിൾ സ്പൂൺ മാത്രം പാലൊഴിക്കാവുള്ളൂ. കൂടുതൽ പാലൊഴിച്ച് കഴിഞ്ഞാൽ ഇത് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽ മാത്രമേ നിങ്ങൾ ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ മണം കൂടുതൽ വരും. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. നമ്മളുടെ പുതിയ തുണികളെല്ലാം പെട്ടെന്ന് ചീത്താകുന്നു. നമ്മൾ കൂടുതൽ ഇതുപോലുള്ള സോപ്പ് പൊടിയൊക്കെ കൂടുതൽ ഉപയോഗിച്ച് കഴുകുമ്പോൾ പെട്ടെന്ന് ഫെയ്ഡായി പോവും. അതിൻ്റെ ഒരു പുതുമ നഷ്ടപ്പെടും. ആ പുതുമ നഷ്ടപ്പെടാതെ നല്ല എപ്പോഴും പുതിയതുപോലെ ഇരിക്കുവാനായിട്ട് ഇതുപോലെ മാസത്തിലൊരിക്കലും നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ അടിപൊളിയായിട്ട് നല്ല പുതിയതുപോലെ തന്നെ തുണികളിരിക്കും. നമ്മൾ കഴുകും തോറും അതിൻ്റെ ഈട് കുറയുകയാണ്. നമ്മൾ സോപ്പ് പൊടിയും അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ വെള്ള തുണികളാകുമ്പോൾ നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബ്ലീച്ചിങ് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കഴുകും. അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറയുകയാണ്. ഇതൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇതുപോലെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിലിട്ട് കഴുകാം. ഇല്ലെങ്കിൽ ഇതൊരു 1 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ കഴുകുമ്പോൾ കൂടുതൽ എഫക്റ്റ് ഉണ്ടാവും. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ തുണിയുടെ ഈട് കൂടുന്നതാണ്. അതുപോലെ പുതുമ നിലനിർത്തുന്നതാണ്. അതുപോലെ വെള്ള തുണികളാണെങ്കിൽ അത് നല്ല ബ്രൈറ്റ് ആവും കേട്ടോ. വാഷിംഗ് മെഷീനിലിട്ട് സാധാരണ കഴുകുന്നത് പോലെ കഴുകി നമുക്ക് എടുക്കാം. കണ്ടില്ലേ, നേരത്തെ കണ്ട ഒരു തുണിയാണ് ഇത്. നോക്കിക്കേ, നല്ല വ്യത്യാസമില്ലേ. നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ. ഇതൊരു 10-15 വർഷമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഡ്രസ്സാണ് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് ടൈം നല്ലൊരു